സ്പാനിഷ് സുന്ദരി വെറോണിക് കാട്ടലുമായി കുമരകത്തുവന്ന രാഹുലും രാഹുലിന്റെ വരിയുടയ്ക്കുവാനിറങ്ങിയ ഓച്ചിറക്കാളുകളും അറിയാൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അസൂയ മൂത്ത കേരളത്തിലെ ചില ഓച്ചിറക്കാളുകളും സരിദേശന്റെയും ഈ ഓച്ചിറക്കാളുകളുടെയും വെറും കളിപ്പാട്ടമായ അരമനക്കുണ്ടനും ചേർന്നെടുത്ത തീരുമാനത്തിന് അനുമതി നൽകിയ രാഹുൽ ഗാന്ധി അടക്കം മറന്ന ഒരു കാര്യം കേരളത്തിലെ ഈ ജനങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊന്നും അവർ വീണ്ടും കുത്തിപ്പൊക്കുവാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല, പക്ഷെ നിങ്ങൾ ഇത് പറയിപ്പിക്കുന്നതാണ്. രാഹുലിനെതിരെ നിലവിൽ ഒരു പരാതികൾ പോലും ഇല്ലെന്നിരിക്കെ, ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളതെന്നിരിക്കെ അദ്ദേഹത്തെ നിങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു, നൽകിയ പദവി എടുത്തു കളഞ്ഞു. രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിലെ ഓച്ചിറക്കാളകളടക്കം എന്തൊക്കെ തരവഴികൾ ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രായത്തിൽ എന്തൊക്കെ പോക്രിത്തരങ്ങൾ ഓടി നടന്ന് ചെയ്തിട്ടുണ്ട്. 2004 വെറോണിക് കാർട്ടൽ എന്ന സ്പാനിഷ് യുവതിയുമായി കുമരകം ബാക്ക് വാട്ടർ റിസോർട്ടിൽ അടക്കം താമസിച്ചതും ഉലകം ചുറ്റിയതും എന്തിനായിരുന്നു? ഒരാഴ്ചയോളം അവിവാഹിതരായ ഇവർ കുമരകം റിസോർട്ടിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള സ്ട്രാറ്റജിക് പ്ലാനിംഗ് നടത്തുകയായിരുന്നു. അതുപോലെ ഇവരുമായി എവിടെയൊക്കെ കറങ്ങി, എത്രയെത്ര ഗേൾഫ്രണ്ട്സുകൾ, എന്തൊക്കെ ആരോപണങ്ങൾ. ഇപ്പോഴും രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കുവാൻ ഭയപ്പെടുന്നതിൻ്റെ രഹസ്യങ്ങൾ ഒന്നടങ്കം ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തുവിടേണ്ടി വരും. ആ ആരോപണങ്ങളൊന്നും ഇവിടുത്തെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ജനങ്ങൾ പോലും കാര്യമായി എടുത്തിരുന്നില്ല. അതെല്ലാം പ്രായത്തിൻ്റെ കുന്തളിപ്പുകൾ എന്ന് മാത്രമേ ജനങ്ങൾ കരുതിയിരുന്നുള്ളൂ. അതുപോലെ കഴപ്പ് എന്ന വികാരത്തിൻ്റെ കാര്യത്തിൽ ഓച്ചിറക്കാള പോലും നാണം കെട്ട് മുന്നിൽ വന്ന് സാഷ്ടാംഗം വന്ന് കുനിഞ്ഞു നിൽക്കുന്ന രമേശനും സതീശനും സരിദേശനുമാണ് രാഹുലിന്റെ പീഡനത്തിന്റെ തീവ്രത അളക്കുവാനുള്ള ആ സാധനവുമായി നിൽക്കുന്നത് എന്നോർക്കണം. ഞങ്ങൾ ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് അടുത്ത ദിവസം പുറത്തുവിടുന്നതാണ്. വേണുഗോപാൽ കയറി ഇറങ്ങി തനിക്ക് ഒരാഴ്ച ശരീരത്തിൽ കൂടി റോഡ് റോളർ കയറി ഇറങ്ങിയ പോലെ ആയിരുന്നു എന്നാണ് സരിത മൊഴി കൊടുത്തത്. വേണുഗോപാലിന്റെ ഭാര്യ ഇത് കേട്ട് ചുമ്മാ ഇതൊന്നും ഇവനെ കൊണ്ട് പറ്റത്തില്ല എന്ന് എനിക്കറിയില്ലേ എന്ന് പറഞ്ഞേക്കാം. പക്ഷേ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്. ഒരു കനത്തിനിരുന്നോട്ടെ എന്ന് കരുതി വല്ല അമ്മിക്കല്ലോ ആട്ടുകല്ലോ ഒക്കെ ആയിട്ടാണോ അരിയാട്ടാൻ പോയത് എന്നറിയില്ല. അതുപോലെ മൊത്തത്തിൽ ഒരു 1.5 ഇഞ്ച് നീളം മാത്രമേ ഉള്ളൂ എങ്കിലും രമേശനും ആളത്ര മോശമല്ലായിരുന്നു. ചെങ്ങന്നൂരിലെ തൻ്റെ ആ കളിക്കൂട്ടുകാരിക്ക് വേണ്ടി അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പാടുപെട്ടവരെ വഞ്ചിച്ച ചരിത്രമടക്കം ആ ചരിത്രം അറിയാവുന്നവർ ITV ന്യൂസിലൂടെ വെളിപ്പെടുത്തുന്നത് കേൾക്കുക. കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ പെരിച്ചാഴികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള മിഷൻ 60യുടെ 5ാം ദിനമായി ഇന്ന് എറണാകുളത്ത് നിന്നും കോൺഗ്രസ് പ്രവർത്തകനായ പ്രദീപ് കുമാർ വിളിച്ചത് കേൾക്കുക. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് സാറേ, കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ അന്ന് പ്രവർത്തിച്ചിരുന്നത് കൊണ്ടും ഒക്കെ എനിക്ക് പറയാനുണ്ട്. ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആളാണ് കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയത്. എന്നിട്ട് അയാൾ മാന്യനായിട്ട് നിൽക്കുന്നു. 91 സാറൊന്ന് ശ്രദ്ധിച്ചാൽ മതി, 91 ഇലക്ഷനില് ഈ രമേശ് ചെന്നിത്തലയുടെ പ്രവൃത്തി കൊണ്ടും അയാൾക്ക് ഒരു സ്ത്രീയോടുണ്ടായ ഒരു കളിക്കൂട്ടുകാരിയോടുണ്ടായിട്ടുള്ള സ്നേഹം കാരണം ജീവിക്കുന്ന ഒരു രക്തസാക്ഷി, രാഷ്ട്രീയമായിട്ട് തകർന്ന ഒരു ആളെ ഇന്നും ചെങ്ങന്നൂർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് D വിജയകുമാർ എന്നാണ്. അന്ന് KPCC DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഏക ജനറൽ സെക്രട്ടറി ആയിരുന്നു. തച്ചടി പ്രഭാകരൻ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏക ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഉദിച്ചുയർന്ന ഒരു താരമായിരുന്നു അഡ്വക്കേറ്റ് D വിജയകുമാർ. അദ്ദേഹത്തിന്റെ മകളാണ് ജ്യോതി വിജയകുമാർ എന്ന് രാഹുൽ ഗാന്ധിയുടെ ഒക്കെ പ്രസംഗം തർജ്ജമ ചെയ്യുന്നത്. ആ മനുഷ്യൻ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ സീറ്റ് ഉറപ്പിച്ചു വെച്ചപ്പോൾ ഈ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരിക്ക് വേണ്ടി ആ സീറ്റ് തട്ടി തകർത്ത് കൊടുത്തത്. അന്ന് ചെങ്ങന്നൂരെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാരും കൂടെ തീരുമാനിച്ചായിരുന്നു ആ സ്ത്രീയെ തോപ്പിക്കണമെന്ന്. പക്ഷെ അവരുടെ സമയം നല്ലതായതുകൊണ്ട് ആ 91 ഇലക്ഷൻ ഇടയ്ക്ക് രാജീവ് ഗാന്ധി ആ കളിക്കൂട്ടുകാരിയല്ലേ ഇടയ്ക്കുന്ന അറസ്റ്റിലായത്? ഒരു വ്യാജ വാർത്തയിൽ അറസ്റ്റിലായി. ഇപ്പോ അവര് പൊടി തട്ടി വേറെ പിണറായി പക്ഷത്തേക്ക് പോയി. അപ്പൊ ഞാനത് ചരിത്രവും ഇപ്പം ഒരു മരുന്നുണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഒരു അധ്യക്ഷ. അതെ സാർ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്റെ ചരിത്രം ഭൂമിശാസ്ത്രം എല്ലാം അറിയാം. അതൊന്നും ഇന്ന് ആരും ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അന്ന് രാജീവ് ഗാന്ധി സ്ഫോടനത്തിൽ മരിച്ചത് കൊണ്ട് മാത്രം ആ വേവിൽ ആ പെണ്ണുപിള്ള ജയിച്ചു പോയി. അത് കഴിഞ്ഞതിന് ശേഷം 3 തവണ അവരവിടുന്ന് MLA ആയി. അത് കഴിഞ്ഞ് വേറെ പാർട്ടിയിലേക്ക് DICയിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വിജയകുമാറിന്റെ വിജയകുമാർ എന്ത് ലെവലിലേക്ക് പോകേണ്ട മനുഷ്യനായിരുന്നു അറിയുമോ?
നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ, രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ജീവിച്ചു. അയാളുടെ നോക്ക് പോലും ഇപ്പൊ അത് മനസ്സിലായിട്ടില്ല. അവൾ ഇപ്പോഴും ഇവരുടെ പുറകെ ഇവരെ ഉദ്ധരിക്കാൻ നടക്കുക. അപ്പോ അവരുടെ കുടുംബം തന്നെ പല രീതിയിൽ സാമ്പത്തികമായിട്ടും എല്ലാം തകർന്നു പോയി. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വഞ്ചിച്ചിട്ട് പോയ ആ പെണ്ണുമ്പിള്ളക്ക് സീറ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ പിന്നെ അവർക്കും പിന്നെ തിരുവല്ലയിലെ ജോസഫും പുതുശ്ശേരിക്കും സീറ്റ് കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഓർത്തഡോക്സ് സഭ 10 സീറ്റ് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്ത് മധ്യ തിരുവിതാംകൂറിലെ ആര് നിന്നാലും ജയിക്കുന്ന മാവേലിക്കര പോലുള്ള ഒരു മണ്ഡലവും അടൂര് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന ഈ സ്ഥലങ്ങൾ മധ്യ തിരുവിതാംകൂറിലെ 10 അസംബ്ലി സീറ്റ് നഷ്ടപ്പെടുത്തി ഇടതുമുന്നണിക്ക് കൊടുത്തപ്പോഴാണ് ഈ ഒരു തവണ ഭരണം നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ഈ രമേശ് ചെന്നിത്തലയാണ് ഇവരെയൊക്കെ അനധികൃതമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ ഭാവി നശിപ്പിച്ചിട്ട് പിന്നെ അവസാനം അവരിവിടുന്ന് പോയിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു ഭരണം നഷ്ടപ്പെടാൻ കാരണം ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഈ എംബോക്കിയാണ് ഒന്ന്. പിന്നെ അത് അങ്ങനെ നമുക്ക് ആ കാര്യങ്ങൾ ആളുകൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കാം. ഇന്ന് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കെല്ലാം ആ ചരിത്രം അറിയാം കേരളത്തിലെ. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പിന്നെ കെ സി വേണുഗോപാലിന്റെ ഭാര്യ ആശ എന്ന് പറഞ്ഞവര് അവര് പിന്നെ NSS കോളേജിൽ അധ്യാപികയായിരുന്നു. അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ നിന്ന് പിന്നെ PhD എടുത്ത ഒരു സ്ത്രീയാണ്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തൊക്കെ എനിക്കറിയാം അവര് പഠിച്ചിരുന്ന കാര്യമൊക്കെ അറിയാം, കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പക്ഷേ ശിവരാജൻ കമ്മീഷന്റെ മുമ്പാകെ സരിത കൊടുത്ത മൊഴിയില് ഈ രമേശ് ചെന്നിത്തല അവരെ എത്രമാത്രം പീഡിപ്പിച്ചെന്നും അവർക്ക് 5 ദിവസത്തേക്ക് ശരീരം അനങ്ങാൻ വയ്യാതെ ഇരിക്കുകയായിരുന്നു. PC വിശ്വനാഥും പിന്നെ അടൂർ പ്രകാശും ഒക്കെ അവരുടെ അടുത്ത് പോയി തിരിച്ചിറങ്ങി വന്ന് അവരറിഞ്ഞുപോലുമില്ല. പക്ഷെ ഈ കെ സി വേണുഗോപാലിന്റെ പീഡനം കാരണം അവർക്ക് 5 ദിവസത്തേക്ക് ഇന്നിക്കാൻ വയ്യാന്നും പറഞ്ഞുകൊണ്ട് അത് പിന്നെ ഈ DYFഐക്കാരും CPMകാരും കേരളത്തിലെ എല്ലാ കഥകളിലും ഇത് എഴുതി വെച്ചായിരുന്നു. ട്രബിൾ ഷൂട്ടർ എന്നും പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ. അന്നൊന്നും ഈ പെണ്ണുമ്പിള്ളയ്ക്ക് അവരുടെ വീട്ടിലെ പിന്നെ മക്കളോ മറ്റുള്ളവരോ പിന്നെ ഇത് കാണുമെന്നൊന്നോ ഒന്നും ഈ പെണ്ണുമ്പിള്ളയ്ക്ക് തോന്നിയില്ലയോ? ഇവര് രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്, അവർ അധ്യാപികയായിരുന്നു. എന്നിട്ട് ഇപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇല്ല സംഗീത കച്ചേരി നടക്കുമ്പോൾ പുറകിൽ ഒരു മൊഗർ സംഘം എന്നും പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ലിങ്ക് അടിക്കും. അതില്ലെങ്കിലും കച്ചേരി അങ്ങ് നടക്കും. അപ്പൊ ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന് കാണിക്കാനായി മൊഗർ സംഘകാരൻ പിന്നെ ഈ മണി അടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നാക്കെ വെച്ചിട്ട്. അപ്പൊ അതുപോലെ ഇവര് ഈ പെണ്ണുമ്പിള്ളയ്ക്ക് അന്ന് കെ സി വേണുഗോപാലിനെതിരെ ഈ കേരളത്തിലെ മുഴുവൻ കവലകളിലും ഇത് എഴുതി വെച്ചപ്പോ അന്ന് അവരുടെ പിന്നെ മാനവും മാനവീയതയൊക്കെ എവിടെ പോയി? പിന്നെ വേറൊരു കാര്യമുള്ള സാറേ, ഈ വനിതാ നേതാക്കന്മാരെ എല്ലാം ഈ ചെറുക്കനെ ഈ പാവപ്പെട്ട കൊച്ചനെ എന്തുമാത്രം അതിശയിച്ചു ഇവന്മാര് വിചാരിക്കുന്നുണ്ടോ ഇനിയും പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരോ മറ്റുള്ളവരോ ഇവരെ വോട്ട് ചെയ്യുമെന്ന്? വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവനെ എടുത്തു കളഞ്ഞു. അതേസമയം എനിക്ക് ഷാഫി പറമ്പിലിനോടുള്ള ഒരു ബഹുമാനം എന്ന് പറഞ്ഞാൽ പണ്ട് ഞാനൊക്കെ കരുണാകരൻ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച ആളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത്. കരുണാകരൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ആളുകളെ കൂടെ ചേർത്ത് പിടിക്കുക, എന്നിട്ട് കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് തീരുമാനം എടുക്കത്തുള്ളൂ. രമൺ ശ്രീവാസ്തവെ ഒന്ന് സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ മാത്രം, ആ ചാരക്കേസിൽ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ മാത്രം കെ കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരത്തില്ലായിരുന്നു. അതുപോലെ രമൺ ശ്രീവാസ്തവ ഇതിനകത്ത് നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത്. കരുണാകരന് മാത്രമേ ഉള്ളൂ രാജിവെച്ച സ്ഥാനം തിരിച്ചു കിട്ടാതെ പോയത്. അപ്പോ ഈ ഷാഫി പറമ്പിലെ അത് എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല എങ്കിൽ പോലും ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇത്രയും കൂടെ നിൽക്കുന്നത്. ഇപ്പൊ പിന്നെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയം അറിയാവുന്നത് കൊണ്ട് കൊടിക്കുന്നിൽ സുരേഷും പുള്ളിയുടെ നയം വ്യക്തമാക്കി. ഈ പയ്യനെ പിന്നെ വളർന്നു വരുന്ന ഒരു ചെറുക്കനാ. ഇവര് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ദോഷമാവെന്ന് അറിഞ്ഞുകൊണ്ട് ഇനിയും ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ ആളും KSUവിലേക്കും യൂത്ത് കോൺഗ്രസിലേക്കും ഒന്നും ആരും ഇനിയിപ്പോ പ്രവർത്തിക്കത്തില്ല. കാര്യം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ പുറത്താക്കുകയാണ്, ചേർത്ത് പിടിക്കുന്നതിന് പകരം പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ പിന്നെ അതുകൊണ്ട് ഇവര് പാർട്ടി തകർന്ന് ഈ VD സതീശൻ എന്ന് പറഞ്ഞ അവന്റെ മുഖഭാവവും അവന്റെ കൈ കൊണ്ടുള്ള പിന്നെ ഇതൊക്കെ കാണുമ്പോൾ അവനൊരു മാനസിക രോഗിയാണ്. അവനാ ഇപ്പൊ ഈ ചെറുക്കനെ ഇത്രയും നശിപ്പിച്ചത്. നല്ല വളർന്നു വരുന്ന ഒരു പയ്യനായിരുന്നു. എല്ലാവർക്കും ഇഷ്ടം, നമുക്ക് രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ളവർക്ക് പോലും അവനോട് അതിന്റെ പ്രവർത്തനവും അവന്റെ ഇത് കാണുമ്പോൾ നല്ലൊരു താല്പര്യമുള്ള ഒരു പയ്യനായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം മറന്നു വെച്ചോണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 50 വയസ്സിന് താഴെ ഉള്ളവർക്ക് ആർക്കും ഇവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും അറിയത്തില്ല. ഈ പറഞ്ഞ കെ സി വേണുഗോപാലിന്റെയും പിന്നെ രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെ ഒന്നും.
ഇവരൊക്കെ ഓച്ചറക്കാളുകൾ പോലെ നടന്നിരുന്നതാണ്. ഓച്ചറക്കാളുകൾ, ഞാൻ ആ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇപ്പോ ആ ചെറുക്കിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും സാറ് ആ പയ്യന് വേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറെ ദിവസം കൊണ്ട് വിളിക്കണമെന്ന് വിചാരിച്ചത്. ഇപ്പൊ അത് കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ട് ശരിയല്ല. ഇത് പുതിയ തലമുറ യുവന്മാരുടെ എല്ലാം ആ പേക്കൂത്തുകൾ അറിഞ്ഞിരിക്കണം. ഈ രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും ഒക്കെ. അയാളുടെ പെണ്ണുമ്പിള്ളക്ക് ഇപ്പോഴും ഇത്ര തോന്നാൻ ഞാൻ പറഞ്ഞില്ലേ, ഈ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ പിന്നെ അലക്കി വെളുപ്പിച്ചപ്പോ അവർക്ക് പ്രത്യേകിച്ച് യാതൊന്നും തോന്നിയില്ല. അവരുടെ വീട്ടിലെ പിള്ളേരവിടെ കാണുമെന്നുള്ളതൊന്നും എന്തെങ്കിലും അവർ അഭിപ്രായം പറഞ്ഞു. സാർ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ സാർ, വിട്ടുപോയൊരു കാര്യം. ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആള് ഒരു വെറോണിക്കാന്നും പറഞ്ഞ ഒരു വിദേശി പെണ്ണുപിള്ളയും കൊണ്ടുവന്ന് കുമരകത്ത് SPG സംരക്ഷണയിൽ ഒരാഴ്ചയോളം താമസിച്ചു. അടുത്ത റൂമിലെ പ്രിയങ്കയും ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ച അവർ അവിടെ വന്ന് അവിടെ താമസിച്ച റൂം അടച്ചിട്ടിട്ട് രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേന ചെയ്യാനൊന്നും അല്ലായിരുന്നല്ലോ ഈ രാഹുൽ ഗാന്ധി വെറോണിക്കയും കൂടെ അവിടെ വന്ന് റൂം അടച്ചിട്ടിരുന്ന് ഈ കാമക്കൂത്ത് നടത്തിയത്. അതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധി അന്ന് അനാശാസ്യത്തിൽ അറസ്റ്റ് ചെയ്യണമായിരുന്നു. അതൊക്കെ മറന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാരും അതൊക്കെ മറന്നു ആണ് ഇപ്പൊ ഓരോന്ന് ഈ ചെറുക്കന്റെ പേര് ഈ കുതിര കയറുന്നത്. ഈ രാഹുൽ ഗാന്ധിയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. ഈ രാഹുൽ ഗാന്ധി ആ കുമരകത്ത് വന്ന് ഈ കാണിച്ച അനാശാസ്യം സാറ് ലോകത്തോട് വിളിച്ചു പറയണം. അതിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. അതൊന്നും മറന്നുകൊണ്ട് ഇവരിപ്പോ ഈ കൊച്ചനെ ഈ പെമ്പിള്ളേര് അതിന്റെ പുറകെ പോയിട്ടില്ലയോ. അപ്പൊ ആരും അല്ലാതെ ഈ രാഹുൽ മാൻകുട്ടത്തിനെന്ന് പറഞ്ഞ പയ്യൻ ആരെയും ബലാത്സംഗം ചെയ്യുവോ തട്ടിക്കൊണ്ട് പോകുവോ വേറെ ഒളിവിൽ താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ആരോപണം അത് വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഈ രാഹുൽ ഗാന്ധി ആദ്യം കോൺഗ്രസിന്റെ പ്രാഥമിക നേതൃത്വത്തിൽ പുറത്താക്കുകയോ അവരെ പാർലമെന്റ് മെമ്പർ സ്ഥാനം രാജിവെപ്പിക്കുകയോ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെപ്പിക്കുകയോ ചെയ്തിട്ട് മതി ഈ പയ്യന്റെ നേരി കുതിര കയറുന്നു എന്നുള്ളത് സാറ് നാട്ടുകാരോട് വിളിച്ചു പറയണം. അതുപോലെ ഈ KC വേണുഗോപാൽ എന്ന് പറയുന്നവനല്ലേ ഇവൻ KC പ്രസിഡന്റ് ആയിരുന്ന മുതൽ എനിക്കറിയാം. ഇവൻ പയ്യന്നൂർ കോളേജിൽ പഠിച്ചപ്പോൾ അവിടെ ഒരു പെണ്ണിനെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജീവിതം നശിപ്പിച്ച കാര്യം കഴിഞ്ഞ ദിവസം സാറിന്റെ ചാനലിൽ തന്നെ പയ്യന്നൂർക്കാരൻ ഒരാൾ ഒന്ന് വിളിച്ചു പറഞ്ഞു. അന്നാണ് ഞാൻ അതിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ ഇവന്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വരുന്ന ആളുകളെല്ലാം ഇപ്പൊ മെഴുകു പ്രതിമയൊന്നും അല്ലല്ലോ. അവർക്കും പലതരത്തിലുള്ള വിചാരങ്ങളും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അവർക്ക് അതിനകത്ത് പെരുമാറ്റച്ചട്ടം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് പുറത്താവും എന്നുള്ളത് കൊണ്ട്. എല്ലാ ഫീൽഡിലുള്ള ആളുകൾക്ക് രാഷ്ട്രീയത്തിലും സിനിമാ മേഖലയിലായാലും എല്ലാം മനുഷ്യനുണ്ടാവുന്ന സ്വഭാവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇവന്റെ ഒരു കൊച്ചു ചെറുക്കൻ, നമുക്ക് കല്യാണം പോലും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരന്. അപ്പൊ അവന്റെ ആ പ്രായത്തിന്റെ ഇതനുസരിച്ച് അവൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടും, ഒരുപാട് പേരുമായിട്ട് സഹകരണം ഉണ്ടാവും. അപ്പൊ അതല്ലാതെ ഒരു കേഡർ പാർട്ടി ഒന്നുമല്ലല്ലോ ഇവിടെ എല്ലാം തീവ്രത അളക്കാൻ. അപ്പൊ അതുകൊണ്ട് ഈ രാഹുൽ മാൻകൂട്ടത്തിലെ നടക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് മെമ്പർ സ്ഥാനം രാജിവെക്കണം. അതിന്റെ റെക്കോർഡ് എല്ലാവർക്കും അറിയാം. റെക്കോർഡല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ കാര്യങ്ങളെ അവനിവിടെ കൊണ്ടുവന്ന് UPA ഭരണകാലത്ത് ഒരു വിദേശി പെണ്ണുമ്പിള്ളെ കൊണ്ടുവന്ന് അവരിവിടെ പാർപ്പിച്ചത് ഒരാഴ്ച ഇവിടെ താമസിച്ചു. അതേസമയം ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു പൊതുയിടത്തോ ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ പോലീസ് അടിച്ചോടിക്കും, അല്ലെങ്കിൽ പോലീസ് അവരെ മർദ്ദിക്കും. ഇവരെ SPG സംരക്ഷണയിലാണ് ഇവൻ വന്ന് ഇവിടെ അനാശാസ്യം നടത്തിയിട്ട് പോയത്. അതിന്റെ പിൻഗാമികളാണ് ഇപ്പൊ KC വേണുഗോപാലൊക്കെ അതിനെ കൊണ്ട് നടക്കുന്നത്. അതിനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. അറസ്റ്റ് ചെയ്യേണ്ടതല്ല, അവന്റെ സ്ഥാനം ആദ്യം തകർത്ത് കളഞ്ഞിട്ട് മതി ഈ രാഹുൽ മാൻകൂട്ടത്തിനോട് രാജി ആവശ്യപ്പെടാമെന്ന് സാർ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അറിയാവുന്ന രീതിയിൽ സാർ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. ഒരു 15 വർഷം മൻമോഹൻ സിംഗിന്റെ ആദ്യത്തെ 1ാം UPA ഗവൺമെന്റ് സമയത്തായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അത് പത്രത്തിലെല്ലാം വന്നതാണ്. കുമരകത്ത് റിസോർട്ടില് വന്ന് താമസിച്ചു ഒരാഴ്ച താമസിച്ചു സാർ. 1-2 ദിവസമല്ല, ഒരാഴ്ച താമസിച്ചു SPG സംരക്ഷണയില്. അതൊന്നും ഈ ചാനലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇത്രയും വിപുലമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ആളുകൾ അന്ന് ചർച്ച ചെയ്തില്ല. പത്രത്തിലില്ല, പ്രിന്റഡ് മീഡിയയിലെല്ലാം വന്നതാണ്. ഒരു 15 വർഷം എങ്കിലും ആയിട്ടാണ് സാർ. അന്ന് അവന് കുറച്ചുകൂടെ ചോരത്തിളപ്പുള്ള പ്രായത്തിലും പ്രിയങ്കയും ഭർത്താവും ഇവനും ഇവന്റെ കാമുകിയും കൂടാണ് കുമരകത്ത് വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇതൊന്നും ഇപ്പോഴത്തെ ആളുകൾക്ക് ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഈ ചാനൽ ചർച്ച വന്നിരിക്കുന്ന മെഴുകുന്ന ആളുകൾക്ക് ആർക്കും അറിയത്തില്ല ഈ കാര്യങ്ങളൊന്നും, ആരും പറയുന്നില്ല. എന്നിട്ട് ഈ വലിയ രാഷ്ട്രീയ നിരീക്ഷകരെന്നും പറഞ്ഞ് ഇരിക്കുന്ന ആളുകൾ പോലും എല്ലാവരും രമേശ് ചെന്നിത്തല വെളുപ്പിക്കുകയാണ്. രമേശ് ചെന്നിത്തല നല്ലതാണ്, അയാളാണ് സ്ട്രോങ്,
അയാള് സത്യസന്ധനാണ്, അയാള് എന്താ പറയുന്നത് പരിശുദ്ധനാണ് എന്ന് അപ്പൊ ഈ പറഞ്ഞ സ്ത്രീ കൊണ്ട് മാക്സിമം നാറി അയാള് മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം, മാക്സിമം നാറി. ഈ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഞാൻ പേര് ഉപയോഗിച്ചു തന്നെയാണ് സാർ, പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാർ പറഞ്ഞത്. അഡ്വക്കേറ്റ് ഡി വിജയകുമാർ എന്ന് പറഞ്ഞ ആ കോൺഗ്രസ് നേതാവിന്റെ രാഷ്ട്രീയ ഭാവി മുഴുവൻ തകർത്തത് ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ഈ റാസ്കലാണ്. അയാൾ അവിടെ ഇലക്ഷന് കരുണാകരൻ സാർ ഒരു കാര്യം കൂടെ സാർ ഒന്ന് കേട്ടോണം. കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ശബരിമല ദർശനത്തിന് പോകുമ്പോൾ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലോ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്നോ വന്നിട്ട് ഈ ചെങ്ങന്നൂർ പാണ്ടനാട്ടുള്ള ഡി വിജയകുമാറിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം ശബരിമലയ്ക്ക് കെട്ട് നിറച്ചു പോകുന്നത്. അത്ര ആത്മബന്ധവും അത്ര ഇതുള്ള ആ കരുണാകരനെ പോലും വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസ് മാണിയിൽ പ്രവർത്തിച്ചിരുന്ന കേസിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് അന്ന് ഒരു ചെറുപ്പമായിരുന്നു, അവരെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ചെങ്ങന്നൂർ മണ്ഡലം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എന്നിട്ട് അതിന്റെ പ്രത്യാഘാതമാണ് ഈ ജോസഫ് പുതുശ്ശേരിക്കും പിന്നെ ഈ സ്ത്രീക്കും സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഓർത്തഡോക്സ് സഭ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഓർത്തഡോക്സ് സഭ അതുവരെ കോൺഗ്രസിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നല്ല, ഒരു വിഭാഗമായിരുന്നു. ഈ രണ്ടുപേർക്ക് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഓർത്തഡോക്സ് സഭ ഒന്നടങ്കം UDFനുള്ള പിന്തുണ പിൻവലിച്ചു. ഉമ്മൻചാണ്ടി മാത്രം പിന്തുണ കൊടുത്താൽ മതി, ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് സഭാംഗമായിരുന്നു, അതുകൊണ്ട് അവർക്ക് മാത്രം പിന്തുണ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ബാക്കി മധ്യതിരുവിതാംകൂറിലെ 10 സീറ്റ് ഇടതുമുന്നണിക്ക് തീരെ എഴുതി കൊടുത്തത് പിന്നെ സഭ എഴുതി കൊടുത്തത് ഈ 2 വ്യക്തികൾക്ക് UDF സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇത് പിന്നെ ഈ രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിന്റെ അസ്തിത്വം നശിപ്പിച്ചത്. ഈ അങ്ങോട്ട് പോയ ഓർത്തഡോക്സുകാർ ഒരാളും തിരിച്ചു വന്നിട്ടുമില്ല. അവരുടെ പിന്നെ ഇത് എന്താ പറഞ്ഞേ അങ്ങോട്ട് പോയ ആ ഒരു സപ്പോർട്ട് വീണ്ടും UDFിലേക്ക് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല, പൂർണ്ണമായിട്ടൊന്ന് പോയി. അപ്പൊ അത്രയും നാശനഷ്ടം സംഭവിച്ചതൊക്കെ ഇവന്റെയൊക്കെ പേക്കൂട്ട് കാരണമാണ്, അല്ലാതെ വേറെ ആരുടെയും പിന്നെ ഒരു രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. യുവജനങ്ങളെ ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ റാസ്കൽ കാണിച്ച ചെമ്മാടിത്തരമാണ് പിന്നെ ഈ അഡ്വക്കേറ്റ് ഡി വിജയകുമാർ രാഷ്ട്രീയത്തിൽ ഒന്നും ആവാതെ പോയത്. എന്നിട്ട് പിന്നെ സഹിച്ചറിയാൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പേരിന് വേണ്ടി ഡി വിജയകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി. എല്ലാവർക്കും ആരും അന്ന് അവിടെ ചെങ്ങന്നൂര് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആരും ആഗ്രഹിച്ചില്ല, ആരും ജയിക്കത്തില്ലെന്നറിയാം. അപ്പൊ ഈ പാവം മനുഷ്യനെ വീണ്ടും ബലിയാടാക്കി അവിടെ കൊണ്ടു നിർത്തി. ഇനിയിപ്പോ ഈ വാർത്ത കേട്ടിട്ട് ഡി വിജയകുമാർ പിന്നെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റി നിഷേധിച്ചാൽ പോലും നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ആത്മാർത്ഥമായിട്ട് ആണെങ്കിൽ ഡി വിജയകുമാറിനോട് നേരിട്ട് ചോദിച്ചാൽ തന്നെ വിവരങ്ങൾ അറിയാം. അത്ര പിന്നെ തകർച്ച കോൺഗ്രസിന് തകർത്ത മനുഷ്യനാണ് ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ അയാൾ വലിയ വിശുദ്ധനായിട്ട് നടക്കുന്നു. അയാള് ഈ ഒരു 30-35 വയസ്സിന് മുമ്പ് തന്നെ അയാള് മാക്സിമം പിന്നെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മാറി നിൽക്കുക ഇപ്പം മിടുക്കനാണെന്ന് കാണാൻ. ഇതൊക്കെയാണ് സാർ ഇവരുടെയൊക്കെ ചരിത്രം. ആദ്യം ഈ രാഹുൽ ഗാന്ധി കുമരകത്ത് കൊണ്ട് കാണിച്ചു കൂട്ടിയ അനാശാസ്ത്രം സാറ് ഈ ചാനലിൽ കൂടെ വെളിയിലേക്ക് അറിയിപ്പിക്കണം. എന്നിട്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ എല്ലാം വായടപ്പിക്കണം. ഇവന്മാരാരും ഇനി മുന്നോട്ട് വരരുത്. എന്തായാലും വളരെ ഒരാൾ ഈ ചാനലിൽ തന്നെ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസൻസ് തന്നെ ഒരു സ്ഥലത്തും പിന്നെ ഇല്ലായിരുന്നെന്ന തോന്നല് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് ഡിവൈഎഫ്ഐയുടെ അത്രയും തന്നെ യുവമോർച്ചയ്ക്ക് കാട്ടി മുകളിൽ പിള്ളേരെ ഇറക്കി ഓരോ കാര്യത്തിന് ഇറക്കുന്നത് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ അവരെ കണ്ടുകൊണ്ടാണ് സാർ ഇത്ര ഇറക്കിയത്. ഞാൻ മുമ്പേ കരുണാകരന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഷാഫി പറമ്പിൽ നല്ല മിടുക്കനായി ചെറുക്കൻ ആ പയ്യന് ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തെളി പറഞ്ഞില്ല. അയാൾക്ക് വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അത് കെ കരുണാകരന്റെ സ്ഥാനത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയും. കൂടെ നിൽക്കുന്നവരെ ഏത് ആപത് ഘട്ടത്തിലും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ കരുണാകരനുണ്ട്. അയാൾക്ക് അതുകൊണ്ട് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസിനെ വളർത്തിയത് ആ മനുഷ്യനാണ് കേരളത്തില്. അപ്പൊ അതുപോലെ ഭാവിയിൽ കരുണാകരന് പകരം വെക്കാനുള്ള ഒരു ആളാണ് ഈ ഷാഫി പറമ്പിൽ എന്നാണ് എന്റെ ഏറ്റവും വലിയ വിശ്വാസം. കാര്യം ഞാൻ ഇവരെയൊക്കെ ജീവിത രീതി എല്ലാം കണ്ടിട്ടുള്ളതാണ് നേരിട്ട്, അല്ല വായിച്ച് മാത്രം അറിഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഈ പയ്യനെ ഇപ്പൊ ഇവർക്ക് തകർത്തിട്ട് പിന്നെ ഇവര് നേതാവ് വിചാരിച്ചത് ഇവര് നേരെ തിരിഞ്ഞുപോയി. ഒരാൾ പോലും ഇവിടെ സജീവമല്ല. മാത്രമല്ല അടുത്ത ഇലക്ഷനില് പിണറായിക്ക് തുടർ ഭരണം കൊടുക്കാൻ വേണ്ടി ഇവര് എല്ലാം ചെയ്തു വെച്ചു. ഇനി എന്തെല്ലാം 8 മാസം ഇലക്ഷൻ ഉള്ളൂ. പക്ഷെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അണികള്
ആകെ ഈ സതീശനെയും രമേശിനെയും പിന്നെ ഈ കേസുകളൊക്കെ അത്ര വെറുത്തു. പൊതുജനങ്ങളുടെ കാര്യം, പാർട്ടി പ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുജനങ്ങളുടെ പൾസ് നമുക്ക് മനസ്സിലാക്കിയപ്പോൾ ഒരിക്കലും ഇനി കേരളത്തിൽ ഒരു UDF ഭരണം സമീപ ഭാവിയിൽ വരാത്ത രീതിയിൽ തകർന്നു പോകും. സാർ നോക്കിയോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇതിന്റെ വലിയ പ്രത്യാഘാതം ഉണ്ടാവും. പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും സാർ ഇനിയിപ്പോ യൂത്ത് കോൺഗ്രസ് എന്നോ KSU എന്നോ കോൺഗ്രസ് എന്നോ പറഞ്ഞിട്ട് ആരെങ്കിലും ചെന്ന് ചേർത്താൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടപ്പോൾ കംപ്ലീറ്റ് തള്ളിക്കളയുവാണെങ്കിൽ പിന്നെ എന്തിനാ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? ഈ സുധാകരനെ മാറ്റിയിട്ട് ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് ഒരു UP സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ കൂട്ട് ചൂരലും കൊണ്ട് നടക്കുന്ന ആ ഒരു സ്റ്റാറ്റസ് അല്ലാതെ അതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള യാതൊരു കഴിവുമില്ല. ഈ സുധാകരനെ മാറ്റിയതാണ് ഏറ്റവും വലിയ. സുധാകരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ യുവമാർ ഇത്രയും കിടന്ന് നിഗളിക്കത്തില്ല. സാറേ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ആരും ഈ ചാനൽ ചർച്ച വന്ന് ഇരുന്ന് വലിയ വിളമ്പുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതെല്ലാം മറന്നിട്ടാണ് ഇവര് ചില ആളുകളെ വെള്ളം വീഴ്ചുന്നത്. ബാക്കിയുള്ള ഒറ്റ ഇത്രയും ദിവസമായിട്ട് വന്നിട്ട് രാഹുൽ ഗാന്ധി ഈ പിന്നെ കുമരകത്ത് വന്ന് ഒരു പെണ്ണുമ്പിള്ളയും കൊണ്ട് വന്നിട്ട് ഒരാഴ്ച ഇവിടെ കുത്തിമറിഞ്ഞിട്ട് പോയത് ഒന്നും ഇവന്മാരാരും വിളിച്ചു പറയുന്നില്ലല്ലോ. ഞാനത് കുറച്ച് ദിവസം കൊണ്ട് മനസ്സിൽ വെച്ചിരിക്കുകയാണ്, ഇത് പറയണം, ആരെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്താ സാർ. പിന്നെ ഈ പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു ലീഡർ കരുണാകരന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവാണ് അയാൾ. ഇത്രയൊക്കെ എന്തെല്ലാം ഇതുണ്ടായാലും ഈ പയ്യനെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ, ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഇവർ പറയുന്നതിന് മുമ്പ് തന്നെ എടുത്തങ്ങ് ചാടുവാണ്, രാജിവെക്കണം, അടിസ്ഥാനപരമായിട്ട് പാർട്ടിയിൽ നിന്ന് അടിസ്ഥാന അംഗത്വം വരെ എടുത്തു കളഞ്ഞ് ഇതിനെ രാഷ്ട്രീയമായിട്ട് നശിപ്പിക്കാൻ. അതുകൊണ്ട് അതിന്റെ ബൂമറാങ് പോലെ ഈ ചെന്നിത്തലയുടെയും ഈ സതീശന്റെയും KC വേണുഗോപാലിന്റെ അണ്ണാക്കി കിട്ടണം. അതുകൊണ്ട് ഈ യുവമാരുടെ ചരിത്രം സാറ് അറിയാൻ വയ്യാത്ത ആളുകൾക്ക് വേണ്ടി അത് ഒന്ന് റെക്കോർഡ് ഒന്ന് പ്രക്ഷേപണം ചെയ്യണം. രാഹുലിനെ എത്രയും വേഗം തിരികെ എടുക്കുക. അതുവരെ ഇവിടെയുള്ള ജനങ്ങൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് താങ്ങുവാൻ സാധിക്കില്ല. ഇല്ല എങ്കിൽ നിന്റെയൊക്കെ അസ്ഥിവാരം മാന്തി ഞങ്ങൾ വാഴവെക്കും. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരും. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.